പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി താനൂർ GMLP സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ കെട്ടിടത്തിന്റെയും കവാടത്തിന്റെയും ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. സമഗ്രമായുള്ള മാറ്റം വിദ്യാഭ്യാസ മേഖലയിൽ ഈ കാലഘട്ടത്തിനുള്ളിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. LDF ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ എല്ലാ മേഖലയിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേ മാറ്റം തന്നെയാണ് വിദ്യാഭ്യാസ മേഖലയും നല്ല രീതിയിൽ നമുക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നല്ല രീതിയിൽ നമ്മുടെ പുതിയ തലമുറക്ക്, നമ്മുടെ കുട്ടികൾക്ക്, പുതിയ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ള വിശ്വാസമാണുള്ളത്. പൊതുവിദ്യാഭ്യാസ രംഗത്തെ മാറ്റം മണ്ഡലത്തിലെ എല്ലാ സ്കൂളുകളിലും കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. മിക്ക വിദ്യാലയങ്ങളും മികവിന്റെ പാതയിലാണ്. കേരളത്തിൽ ആദ്യമായി വാന നിരീക്ഷണ കേന്ദ്രം താനൂർ ഫിഷറീസ് സ്കൂളിൽ സ്ഥാപിതമാവുകയാണ്. ഒപ്പം തന്നെ അപൂർവ ഇന മത്സ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ജില്ലയിലെ ഏറ്റവും വലിയ അക്വേറിയവും ഫിഷറീസ് സ്കൂളിൽ ഒരുങ്ങുന്നുണ്ട്. കൂടാതെ കലാകായികമേള നടത്താൻ ഉതകുന്ന രീതിയിൽ വിസ്താരമുള്ള സ്റ്റേഡിയം ഇവിടെ ഒരുങ്ങും. ഇത്തരത്തിൽ തീരദേശ മേഖലയിലെ LP, UP വിദ്യാലയങ്ങൾക്ക് മാത്രം 4 കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. മണ്ഡലത്തിലെ സ്കൂളുകൾക്കായി 200 കോടി രൂപ ചെലവിട്ടു. താനൂർ ഗവൺമെന്റ് കോളേജിൽ 32 കോടി രൂപയുടെ പദ്ധതികളാണ് നടന്നുവരുന്നതെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. എടക്കടപ്പുറം GLPSൽ നിർമ്മാണം പൂർത്തീകരിച്ച കെട്ടിടത്തിന് മുകളിലേക്ക് പുതിയ 3 ക്ലാസ് റൂമുകൾ, ഹാൾ നിർമ്മിക്കുന്നതിലേക്കായി 60 ലക്ഷം രൂപ അനുവദിച്ചതായും പെൺകുട്ടികൾക്കായി പ്രത്യേകം ടോയ്ലറ്റ് കോംപ്ലക്സ് നിർമ്മിക്കാൻ പദ്ധതിയിടുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. 1 കോടി രൂപ വകയിരുത്തിയാണ് എടക്കടപ്പുറം GMLP സ്കൂളിലെ 3 ക്ലാസ് മുറികളും ശുചിമുറികളും അടങ്ങുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം നടന്നത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം ചെലവിട്ട് ചുറ്റുമതിലോട് കൂടിയ കവാടവും നിർമ്മിച്ചു. ചടങ്ങിൽ LSS വിജയികൾക്കുള്ള അനുമോദനവും നടന്നു. സ്കൂൾ HM ലാൽകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ താനൂർ മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ സുബൈദ അധ്യക്ഷയായിരുന്നു. പരപ്പനങ്ങാടി PWയുടെ ബിൽഡിംഗ് സബ് ഡിവിഷണൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗോപൻ മുക്കുളത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP മുസ്തഫ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T രാധിക, കൗൺസിലർമാരായ CP നജ്മത്ത്, PT അക്ബർ, വിദ്യാഗ്രഹണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കുളശ്ശേരി, താനൂർ AEO ശ്രീജ, താനൂർ PPCN റിയോൺ ആന്റണി, സ്കൂൾ മുൻ പ്രധാനാധ്യാപിക MK ഷീജ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Golden Diamonds, Pride of Generations, India, Oman, Bahrain.